അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി. കാരണം യഥാർത്ഥത്തിൽ എത്രയുണ്ട് എന്നറിഞ്ഞാൽ മാത്രമാണ് ഇനി എത്ര നഷ്ടപ്പെട്ടിരിക്കുന്നു, എത്ര ആളുകൾ തട്ടിയെടുത്തിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയുക. ഇനിയിപ്പോൾ ഈ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് അതീവ ദുഷ്കരമാവുകയാണ്. മാത്രമല്ല ഈ ആരോപണ വിധേയരായവർ പറയുന്നത് ഒരുപക്ഷെ വിശ്വസിക്കേണ്ട ഒരു ബാധ്യത കൂടി ഉണ്ടാകും. കാരണം കൃത്യമായ കണക്കുകൾ ഇല്ലാത്തതുകൊണ്ട്. അതിനപ്പുറത്തേക്ക് തന്നെ SITയുടെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ എന്തൊക്കെ നടപടികൾ ഇനി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ആരെയൊക്കെ പ്രതി ചേർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയൊക്കെ വന്നു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ, അതൊക്കെ രാഷ്ട്രീയകരണം വളരെയധികം ശ്രദ്ധിക്കുന്നതാണ്. അത്തരം സംഭവങ്ങളിലേക്ക്, അത്തരം നടപടിക്രമങ്ങളിലേക്കൊക്കെ എപ്പോൾ കടക്കും സിജോ? വളരെ വേഗത്തിൽ കടക്കും. അവധി ദിവസമാണ്, അതുകൊണ്ട് ഇന്ന് ചോദ്യം ചെയ്യുന്ന നടപടികൾ ഉണ്ടാവില്ല. എങ്കിലും നാളെ മുതലെങ്കിലും ഈ പറയുന്ന ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളൊരു സൂചനയാണ് നമുക്ക് SITയിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യുന്നത്. പ്രാഥമിക ഘട്ടം നിലയിൽ ആദ്യം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരിക്കും ചോദ്യം ചെയ്യുക. കാരണം ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്, കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിനെ സമീപിക്കുകയും ഒരു സ്പോൺസർ എന്ന നിലയിൽ അവിടെ എത്തുകയും ഇത് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യമായി ചോദ്യം ചെയ്യും. അതിനുശേഷമാകും ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാവും. 9 പേരാണ് ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ പ്രാഥമികമായി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെന്ന് പറയുന്നത് നിലവിൽ സസ്പെൻഷൻ നടപടി നേരിടുന്ന മുരാരി ബാബുവാണ്. ഈ മുരാരി ബാബുവാണ് ഈ സ്വർണ്ണപ്പാളി എന്നത് ആദ്യമായി ഈ ചെമ്പ് എന്ന് രേഖപ്പെടുത്തുന്നത്. ആ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതിന് ശേഷം പിന്നീട് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നതായി സംശയിക്കപ്പെടുന്നത് അവിടുത്തെ ദേവസ്വം സെക്രട്ടറിയാണ് ജയശ്രീ ആണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട റോള് വഹിച്ചിരിക്കുന്നത്. ഈ പാളികൾ കൊണ്ടുപോകുമ്പോൾ അത് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഉത്തരവ് തിരുത്തി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു വിടണം, അദ്ദേഹത്തിന്റെ കൈ കൊടുത്തു വിടണം എന്ന ആ ഉത്തരവ് തയ്യാറാക്കിയത്, പ്രത്യേക ഒരു ഉത്തരവ് തയ്യാറാക്കിയത് ജയശ്രീയാണ്. അങ്ങനെ ജയശ്രീയിലേക്ക് രണ്ടാമതായി ചോദ്യം ചെയ്യൽ പോകും. അടുത്ത ആൾ എന്ന് പറയുന്നത് തിരുവാഭരണ കമ്മീഷണറായ ബൈജു ആണ്. ഈ ബൈജു ആണ് ഇത് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കേണ്ട ഉദ്യോഗസ്ഥൻ. പക്ഷേ ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുന്ന സമയത്ത് ബൈജു അവിടെ ഉണ്ടായിരുന്നില്ല. ബൈജുവിന് ശേഷം തിരുവാഭരണ കമ്മീഷണറായി വരുന്നത് രാധാകൃഷ്ണനാണ് ഇത് ചെന്നൈയിൽ എത്തിക്കുന്ന സമയത്ത് അവിടെ എത്തി ഈ പണികളെല്ലാം കഴിയുന്ന സമയത്ത് ഈ തൂക്കമൊക്കെ പരിശോധിച്ചിരുന്നു. ആ തൂക്കത്തിൽ അന്ന് തൂക്കുന്ന സമയത്ത് തൂക്ക വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ആ തൂക്ക വ്യത്യാസം രേഖപ്പെടുത്തുകയോ അത് ബോർഡിന്റെ ശ്രദ്ധയിൽ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ വിവിധ തരത്തിൽ പല ഉദ്യോഗസ്ഥരും ഈ തട്ടിപ്പിന്റെ ഭാഗമായി നിന്നിട്ടുണ്ടെന്നുള്ള സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 9 പേരെ പ്രതിയാക്കി ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. 2 FIRകളാണുള്ളത്. ആദ്യം ദേവസ്വം ബോർഡ് ഒരു പരാതി നൽകിയിരുന്നു. ഈ സമ്പൂർണ്ണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം വിജിലൻസിന്റെ ഫൈനൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഒരു പരാതി നൽകിയിരുന്നു. അത് ഈ പറയുന്നത് പോലെ ഈ ആദ്യത്തെ പുറത്തു വന്ന കണക്കുകളാണ് ദ്വാരപാലക ശില്പങ്ങളിലെ കണക്കുകൾ. അതിൽ തട്ടിപ്പ് നടന്നുവെന്ന വിവരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ അന്വേഷണം വേണമെന്നായിരുന്നു. അതിനുശേഷമാണ് ഈ ഫൈനൽ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചപ്പോൾ ഇതിൽ രണ്ടാമത് ഈ പറയുന്ന ഈ ശ്രീകോവിലിലെ വാതിലുകൾ, അതിലെ പാളികൾ കൂടി വലിയ തട്ടിപ്പ് നടന്നതായി ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടുള്ളത്. അത് പ്രത്യേകം പരിശോധിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് 2 FIRകളായി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ADGP S വെങ്കടേഷ് ആണ് ക്രൈംബ്രാഞ്ച് മേധാവിയാണ്. അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR ഇട്ടിരിക്കുന്നത്. അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഇനി അതിന്റെ മേൽ തുടർ നടപടികളിലേക്ക് അതിവേഗം തന്നെ കടക്കുകയാണ്. 6 ആഴ്ച മാത്രമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. പരമാവധി 6 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഒരുപക്ഷെ അതേസമയം കൂടുതൽ നീണ്ടു ആവശ്യമാണെന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കുക, വേഗത്തിൽ തന്നെ റിപ്പോർട്ട് കൊടുക്കുക എന്നൊരു ഉദ്ദേശമാണ് SITയുടെ മുന്നിലുള്ളത്.